മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമുള്ള VBG റാംജി പദ്ധതി പ്രാബല്യത്തിലാവുകയാണ്. ജൂലൈ 1 മുതൽ പദ്ധതി നടപ്പാക്കുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിക്കുന്നു. അതിൽ പാലോടാണ് ചേരുന്നത്. അതിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നതാണ്. പക്ഷേ ബിൽ നിയമമായി ജൂലൈ 1 മുതൽ ഏതായാലും പദ്ധതി നടപ്പാക്കാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രതിപക്ഷ പാർട്ടികളുടെ നിലപാട് കൂടി ഇക്കാര്യത്തിൽ നിർണായകമാകുമല്ലേ? ഉറപ്പായും പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളും നിയമപരമായി സുപ്രീം കോടതിയിലേക്ക് പോകാൻ കഴിഞ്ഞ ദിവസം കർണാടക സർക്കാരൊക്കെ തീരുമാനിച്ചതാണ്. ഏതായാലും അതിനിടെ കൃത്യമായ നിലപാട് കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നു. രാഷ്ട്രപതി ഒപ്പുവെച്ചതോടുകൂടി ഈ ബില്ല് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമുള്ള വിവാദ ബില്ല് നിയമമായി മാറിയിരുന്നു. ആ നിയമം നടപ്പാക്കുകയാണ്. ജൂലൈ 1 മുതൽ നടക്കുന്ന ഈ തൊഴിലുറപ്പ് പദ്ധതി അത് ഈ പുതിയ നിയമപ്രകാരമുള്ള തൊഴിലുറപ്പ് പദ്ധതിയാകുമെന്നുള്ളതാണ്. VBG റാംജി എന്നാണ് ആ നിയമത്തിന്റെ പേര്. ആ നിയമപ്രകാരമുള്ള പദ്ധതിയായിരിക്കും ഇനി നടക്കുക. അതിൽ വലിയ വിവാദമുണ്ട്. പ്രത്യേകിച്ച് തൊഴിൽ ഉറപ്പുവരുത്തുന്നില്ല എന്ന പ്രശ്നം പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചതാണ്. ഒപ്പം 40% പദ്ധതി വിഹിതത്തിന്റെ 40% സംസ്ഥാന സർക്കാരുകൾ വഹിക്കേണ്ടി വരും. 2000 കോടിയോളം രൂപ കേരളമടക്കം കണ്ടെത്തേണ്ടി വരും ഓരോ സംസ്ഥാനവും എന്ന വാർത്തയൊക്കെ പുറത്തു വന്ന് വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. പാർലമെന്റിനകത്തും പുറത്തും രാജ്യവ്യാപക പ്രതിഷേധങ്ങൾ ഉയർന്ന് ഒടുവിൽ ആ ബില്ല് നിയമമായി ഇപ്പോഴിത് അത് നടപ്പാക്കാനുള്ള തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുന്നു. ജൂലൈ 1 മുതൽ പദ്ധതി നടപ്പാക്കും എന്നാണ് കേന്ദ്ര കാർഷിക മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. വിനീത, ശരി, അതിൽ പാലോട് വിശദാംശങ്ങൾ.